വരൂ വരൂ ബാബാ. ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വീട്ടിലെ കിണറ്റിലെ വെള്ളമാണ്. ആ കിണറ്റിലെ നിങ്ങളാടേക്ക് ഒരാൾ വരുന്നിട്ടല്ലേ പുറത്തേക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ വന്നോളൂ. അതെ വെള്ളം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട്. അതെ, ഇത് വീട്ടിലെ കിണറ്റിലെ വെള്ളം. വീട്ടിലത്തെ കിണറ്റിലത്തെ വെള്ളം. അതെ അല്ലേ? നിങ്ങളുടെ പേര്? മണ്ടോദരി. ഇതില് മണ്ടോദരി എന്ന് എഴുതിയിട്ടിരിക്കണം. ഇത് എന്റെ പേര് കോയാന്ന്. കോയ. കോയ. അതില് മണ്ടൂന്ന് എഴുത, ഇതില് കോയെന്ന്. അല്ല എനിക്ക് മറ്റേ ഇപ്പൊ നിങ്ങള് കൊണ്ടുപോകണോ? ഇത് നേരെ അപ്പുറത്ത് ലാബില് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ. അല്ല മറ്റേ അതെ ഭാര്യയുടെ മൂത്രേ. ഭാര്യയുടെ മൂത്രാണോ? അല്ലല്ല, ഇത് കിണറ്റിലത്തെ വെള്ളാണ്. എന്താ നിങ്ങള് കാട്ടണേ? കിണറ്റിലത്തെ വെള്ളാണ്. നല്ല ഒന്നാന്തര കുപ്പിയല്ലേ? അതെ അതെ, നല്ല കുപ്പിയല്ലേ? അതെ, നല്ല വെള്ളാണ്, കിണറ്റിലത്തെ വെള്ളാണ്. അല്ല ഭാര്യയുടെ മൂത്രം ഇപ്പൊ അങ്ങനെ മഞ്ഞ കളറിലാ പോണേ. അത് നമ്മുടെ പഞ്ചായത്തിലെ പലർക്കും ഈ അസുഖങ്ങളുണ്ട്. അത് നമ്മുടെ ഇവിടത്തൊക്കെ വെള്ളങ്ങൾ മലിനപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇപ്പൊ. അതുകൊണ്ടാണ് അത് എന്നോട് പലരും പറഞ്ഞു. അതപ്പൊ ഞാൻ കൊണ്ടുവന്ന അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റ് ഒക്കെ വേണ്ടുള്ളൂ. അതിന് കായ് എത്ര വരിക? അതിപ്പോ ഇവിടെ 1000 രൂപയാണ്. 1000 രൂപ ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനോ? അതെ അതെ. ഇത് അല്ല, ഇതിപ്പോ എവിടെ അന്വേഷിച്ചാലും ഇവിടെയാണ് കുറവ് കിട്ടത്. അല്ല അതന്നെ. അതെ അതെ. എന്താ പറയണ്? എന്താ 2500 റുപ്യാണ് അപ്പുറത്ത്. ഇവിടെ 1000 ഉള്ളത് ലാഭാ. അല്ലേ പറഞ്ഞത്? അതല്ലേ നിങ്ങൾ പരിശോധിച്ചോ. ഞാൻ കുഴപ്പമൊന്നും. അപ്പൊ ഇതിലെ കോയാന്നും ഇതിലെ മണ്ടൂന്നും. ഇപ്പൊ എന്താ അവിടെ ചെന്ന് രഹസ്യം പറഞ്ഞിരുന്നു? അല്ല ഞാൻ ചോദിച്ചത് നല്ല കുപ്പിയിൽ കൊണ്ടുവരണ അതൊക്കെ തന്നെയല്ലേ ചെയ്തേക്കണ് ചോദിക്കാണേ. ഗവൺമെന്റ് ലാബില് 2500 ആണ്, ഇവിടെ 1000 ആണ്. ഇതാണ് ലാഭം എന്നല്ലേ ഇപ്പൊ അന്വേഷിച്ചേ? എവിടെ സംസാരിച്ചേ അല്ലേ? ഞാൻ ജനസേവനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലാബ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 1000 ഉറുപ്പിക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, നിങ്ങളിപ്പോ ആ സ്ഥാപനത്തിൽ ചെന്ന 2500 കൊടുക്കും വേണം. അവര് പറയുന്ന സമയത്തെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പൊ റിസൾട്ട് തരും. 24 മണിക്കൂറിന്റെ ഉള്ളിൽ റിസൾട്ട് കണ്ടില്ല. ഇതാണ് സർക്കാർ കാര്യങ്ങൾ മുറ പോലെ ഞങ്ങളുടെ മിഷനറീസ് ഒക്കെ അങ്ങനത്തതാണ്. ശരി, അത് ശരി. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാലോ അല്ലേ? എന്നാ ശരി, ഞാൻ മേടിക്കാൻ വരാം അല്ലേ? അപ്പൊ അതിന് 1000 ഉറുപ്യ ആയിക്കോട്ടെ. പശടക്കണ്ടേ? ഇത്രയും നമുക്ക് ലാഭം വേണ്ട, പക്ഷെ നമുക്കിത് ചെലവ് വരുന്ന പൈസ വേണം. അപ്പൊ തന്നെ തരാം മുഴുവനും. അത് അഡ്വാൻസ് ആയിട്ട് 500 തന്നാലും മതി. അല്ല 1000 തരാണെങ്കിൽ അതും തരാം. എന്തായാലും റിസൾട്ട് തരുമ്പോ കാശ് തരണല്ലോ. എന്നാ ഇപ്പൊ 500 തരാം. 500 അല്ലേ? ബാക്കി ഞാൻ പിന്നെ തരാം. മണ്ടോദരി അല്ലേ? അതെ 400 പറ്റില്ല അല്ലേ? എത്ര പറഞ്ഞു? 500. കോയ. അപ്പൊ നാളെ വന്നോളൂ. നാളെ അല്ലേ? ആയിക്കോട്ടെ. ശരി എന്നാ. ശരി ശരി. അപ്പൊ ശരി എന്നാ. അസ്സലാമു അലൈക്കും. അല്ല ശരി. അല്ല സാറേ, എന്തിനാ റിസൾട്ട് പിന്നെ തരാറിഞ്ഞ അവരെ വിട്ടത്? ഇപ്പൊ ഇതിലടിച്ച് കൊടുക്കാന്നില്ല റിസൾട്ട്. പൈസ കയ്യോടെ മേടിക്കുകയും ചെയ്യാം. നമ്മൾ ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ സാറേ. അവന്റെ കഴുത കക്കാൻ പഠിച്ചാ പോരാ, കളവ് ഒതുക്കാനും പഠിക്കണം. നമ്മളിത് ആത്മാർത്ഥമായി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് ഇത്ര സമയം എടുക്കുന്നുണ്ട്, അവരെ ബോധ്യപ്പെടുത്തണ്ടേ? വേണമല്ലേ? പാവം എന്റെ വെള്ളം. ദൈവത്തിന് അറിയാം എടുക്കുമെന്ന് പറയുന്നുണ്ട്. എടുക്കുമെന്ന് കുറെ നാളായിട്ട് പറഞ്ഞ എടുക്കും പൊങ്ങുവാ. ദൈവത്തിന് അറിയാ പോകുന്നു. മിക്കവാറും പോങ്ങത്തില്ലെന്ന്. അങ്ങനെ പോങ്ങാനാ? ഒന്നും പറയാൻ പറ്റത്തില്ലേ, മനുഷ്യന്റെ കാര്യല്ലേ. സത്യേട്ടന്റെ മോനി മിലിച്ചതാ? അത് തന്നെ. എന്റെ ദൈവമേ, അവനെ ഞാൻ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ വെച്ച് കണ്ടതാണല്ലോ. ശരിയാണെന്ന്. ഇത് പക്ഷെ അവൻ മഞ്ഞപ്പിത്ത വരുന്നത്. അയ്യോടാ, മഞ്ഞപ്പിത്ത ഈ നാട്ടിലൊക്കെ മൊത്തം ഉണ്ടല്ലോ ഇപ്പൊ. ഈ മഞ്ഞപ്പിത്തൊക്കെ ഇത്ര വലിയ സീനാണോ ഇപ്പൊ? അറിയാൻ പാടില്ല. പക്ഷെ ഒരു ഒറ്റമൂലുണ്ട്, കിഴാന്നില്ലേ, അടിപൊളി സാധനം. തുടക്കത്തിൽ പറ്റും. കീഴാളയിലൊക്കെ ആണെങ്കിലേ ഒരു തീരുമാനമാവും. ഒന്നില്ലെങ്കിൽ ആളെ കിട്ടും, അല്ലെങ്കിൽ ആളെ കിട്ടും. പറഞ്ഞ കറക്റ്റാ. അല്ല ചേട്ടൻ ഇപ്പൊ എങ്ങോട്ടാ പോണേ? അങ്ങോട്ട്
ബഹുമാന്യ നാട്ടുകാരെ, ശൂന്യപുരം ആർക്കായാലും ഒരു വോട്ട് പോയി കിട്ടി. രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുവരുന്നതായി റിപ്പോർട്ട് കിട്ടിയതിനാൽ ബഹുമാന്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്ന മുന്നറിയിപ്പ്: ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. ഛർദിയോ വയറിളക്കമോ വന്നാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടത്. തിരക്കാക്കല്ല. ആ എന്താ പേരെന്താ? രബീഷ്. രബീഷ്. 38. രബീഷ്. രബീഷ്. 38. 500. ആ അപ്പൊ 200 രൂപ ഇത് മേടിക്കാൻ വരുമ്പോ നാളെ രാവിലെ തന്നെ വന്നോളൂ കേട്ടോ. ശരി ശരി. 200 ബാക്കി അടുത്താണ്. വന്നോളൂ വന്നോളൂ. കുളിക്കാനില്ല വെള്ള കുറച്ച് കൊണ്ട് ടെസ്റ്റ് ചെയ്യണ്ടേ? അതെ. ആ എന്താ പേരെന്താ? അതെ അതെ അവിടെ ബാക്കിലേക്ക് നിൽക്കും. ബാക്കിലേക്ക് നിൽക്കൂ. ബാക്കിലേക്ക് നിക്കാം. അത് നിക്കാം. അതിന് മുമ്പ് ഒരു കാര്യമൊക്കെ പറയണം. ആദ്യം എന്താ, ഇത് എന്റെ കിണറ്റിലത്തെ വെള്ളാണ്. അതെ ഇതൊക്കെ അവരവരുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളമാണ്. അത് പരിശോധിക്കണമെങ്കിൽ ബാക്കിൽ നിൽക്കണം. മനസ്സിലായി. നിങ്ങളൊന്ന് സമാധാനിക്ക്. ഇപ്പൊ കാശ് കൊടുക്കാനുള്ളവരൊക്കെ ഒന്ന് അവിടെ നിക്കട്ടോ. അതൊന്ന് കേട്ടിട്ട് കൊടുക്കാൻ കേക്ക്. എന്തേ? ഇന്റെ വെള്ളം എന്റെ കിണറ്റിലെ വെള്ളമാണ്. ഇന്റെ കിണറ്റിലെ വെള്ളത്തിൽ യാതൊരു വിധ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്ന റിസൾട്ട് ആണ് ഇപ്പൊ ഇത്. കവറൊക്കെ നല്ലതാ. നിങ്ങൾ ഇവിടെ ഒരു കുഴപ്പമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? അത് നോക്ക്. അത് പരിശോധിച്ച നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ പറഞ്ഞു തന്നതല്ലേ. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല ഒരു കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ അങ്ങനെ. നമ്മളിത് ഇവിടെ പരിശോധിച്ചതാണ്. ഇതിലൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല അല്ലേ? പക്ഷെ ഞാൻ വേറെ സ്ഥലത്ത് ഇത് പരിശോധിച്ചപ്പോ പരിശോധിച്ച് പറഞ്ഞ എന്റെ കിണറ്റിന്ന് വെള്ളം കൊണ്ടുപോയ ആൾക്കാർക്കൊക്കെ മഞ്ഞപ്പിത്താണ്. എന്റെ ഭാര്യക്കും ഇപ്പൊ മഞ്ഞപ്പിത്താണ്. ഇപ്പൊ എനിക്കും തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കണത്. ഞാൻ എപ്പോഴും ആശുപത്രിയിൽ കൊണ്ടുവരാന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് പരിശോധിച്ചപ്പോ ഇന്റെ കിണറ്റിലെ വെള്ളത്തിൽ കക്കൂസ് മാലിന്യുണ്ട്, ഇരുമ്പിന്റെ അംശം കൂടുതലാണ്, ബാക്ടീരിയ ഉണ്ട്. ഇത്രയും സംഗതികൾ ഉണ്ടായിട്ടാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇക്ക് നന്നാഴ്ച. റിസൾട്ട് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാ റിസൾട്ട്. എന്താ ഇത് പറഞ്ഞേക്കണേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അല്ല, ഇരുമ്പിന്റെ അംശം കൂടുതലുണ്ട്, കക്കൂസ് മാലിന്യുണ്ട്, ബാക്ടീരിയ ഉണ്ട്. ശരിയല്ലേ? അങ്ങനെ വരാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉള്ള കാര്യപ്പാണ് അതിന് പറഞ്ഞേക്കുന്നത്. അതെന്താന്നറിയോ? നിങ്ങള് ഞങ്ങളുടെ ലാബിലേക്ക് വെള്ളം കൊണ്ടുവന്ന കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പി നല്ല ശുദ്ധമായ കുപ്പിയാണ്. അതെ. നിങ്ങള് ഈ ലാബിൽ കൊണ്ടുപോ അത് മലിനമായ കുപ്പിയായിരിക്കും. അപ്പൊ ആ കുപ്പിയിൽ താണു ആ വെള്ളത്തിനുള്ളത് കൊണ്ടായിരിക്കാം ഈ റിസൾട്ട് വന്നത്. അപ്പൊ കുപ്പിയുടെ പ്രശ്നം. വെള്ളത്തിന് ഒരു പ്രശ്നം. വെള്ളത്തിന് പ്രശ്നമില്ല അല്ലെ? അത് ഉപയോഗിച്ചോളൂ. അപ്പൊ അങ്ങനെ വരാനേ വഴിയുള്ളൂ. ശരി. അപ്പൊ നിങ്ങൾ പരിശോധിച്ച വെള്ളം കുഴപ്പമില്ല. നല്ല വെള്ളമാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്. ഈ കുപ്പിയിലത്തെ വെള്ളങ്ങൾ രണ്ടാളൊന്ന് കുറേശ്ശെ ഒന്ന് കുടിക്ക്. നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ എന്റെ കിണറ്റിലത്തെ വെള്ളം. അതെ.